ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വിഷുദിനമാണ്. രാവിലെ കണിയൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ ഇന്ന് തറവാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു കേട്ടോ. നമ്മുടെ വീട്ടിൽ വിഷു ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ബ്രദർ മരിച്ചു പോയതുകൊണ്ട് വിഷു ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മളിന്ന് ആനവരട്ടിയിൽ തറവാട്ട് വീട്ടിലാണ് വിഷു ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ രാവിലെ കണിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ തറവാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന വിഷു സദ്യയൊക്കെ കഴിച്ചു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ സഹോദരങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സഹോദരങ്ങൾ മാത്രമല്ല കേട്ടോ, ചിറ്റന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ വല്യപ്പച്ചൻ വല്യമ്മച്ചി, പിന്നെ മേളിൽ കുഞ്ഞാമ്മ, അവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞു മക്കൾ, ഞങ്ങളുടെ മക്കൾ, അനിയത്തിയുടെ മക്കൾ, അങ്ങനെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ബ്രദറിൻ്റെ ജീപ്പിലാണ് നമ്മൾ പോകാൻ തീരുമാനിച്ചത്. കറങ്ങാൻ മീൻസ് ചുമ്മാ എല്ലാവരും കൂടിയിട്ട് ചുമ്മാ ഒന്ന് എവിടെയെങ്കിലും ചുമ്മാ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി വണ്ടിയിലൊക്കെ കയറി നമ്മൾ അടിമാലി വരെ ഒന്ന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുടുംബനാണെങ്കിൽ നമ്മുടെ കൂടെ കയറി വരാൻ വേണ്ടിയിട്ട് വണ്ടിയിലേക്ക് ഓടി വരാൻ തുടങ്ങി. അപ്പോൾ കുഞ്ഞനാണെങ്കിൽ അവളെ കൊണ്ടുപോയി അകത്തേക്ക് വിട്ടിട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. ആ മോന്തെ ഒന്ന് കാണിക്കൂ. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് റോട്ടിലോട്ട് കയറി. അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്. എന്താണ്ട് വലിയ ട്രിപ്പ് പോകുന്ന പോലെ കേട്ടോ എല്ലാം കയറി വണ്ടി കയറിയിരിക്കുന്നത്. ചുമ്മാ അടിമാലി വരെയും കറങ്ങാൻ വേണ്ടി പോകണയാണ് കേട്ടോ. നമ്മൾ വീട്ടിലിരിക്കുന്ന ആ കോലത്തിൽ തന്നെയാണ് കേട്ടോ എല്ലാവരും പോകുന്നത്. ഞാനാണെങ്കിൽ മുടി പോലും ഒന്ന് കെട്ടി വെച്ചിട്ടില്ല കേട്ടോ. അപ്പം ചുമ്മാ ഒന്ന് വാരി കെട്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ പോകുന്ന കൂട്ടത്തിൽ ചിറ്റ പറഞ്ഞു, എന്നാൽ പിന്നെ പായസത്തിനുള്ള ഗോതമ്പ് പൊടി വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. പായസം വെക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് എവിടെയോ മേടിച്ച് വെച്ചായിരുന്നു ഗൈസ്. പിന്നെ തപ്പി നോക്കിയപ്പോൾ ഗോതമ്പ് കാണുവാനില്ല. എന്നാൽ പിന്നെ പോകുന്ന വഴിക്ക് മേടിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഗോതമ്പ് അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ. ഇത് നമ്മുടെ മാന്യവളവ് കയറ്റമാണ് കേട്ടോ. അത് നമ്മൾ തിരിച്ചിങ്ങോട്ട് റിട്ടേൺ വരുമ്പോൾ ബസ്സിലൊക്കെ വരുവാണെങ്കിൽ നല്ല രസമാണ് ഈ കയറ്റം ഇറങ്ങാനായിട്ട്. എല്ലാവരും കലപില എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. എന്തൊക്കെയോ എല്ലാവരും സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാനും എൻ്റെ അനിയത്തിയും വേറെ കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ കുട്ടികളുടെ ഈ ഫോണിൻ്റെ ഉപയോഗത്തെക്കുറിച്ചൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. അമിതമായിട്ട് ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ആ ഒരു ബുദ്ധിമുട്ടിനെക്കുറിച്ചും അതൊക്കെ പറഞ്ഞ് കുട്ടികളെ ബോധ്യപ്പെടുത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. അമ്പാടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ് കേട്ടോ. ഇത് എങ്ങോട്ടാണാവോ ഈ കൊണ്ടുപോകണേന്നൊക്കെ ഓർത്തുകൊണ്ട്. അപ്പോൾ അവനിങ്ങനെ എല്ലാവരെയും മാറിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വണ്ടിയിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുവേ. അങ്ങനെ നമ്മൾ പോയി ഇത് കൂമ്പാറയാണ് കേട്ടോ. കൂമ്പമ്പാറ മറ്റേ ആ സ്ലൈഡൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പുതിയത്. അതിനെന്തോ ഒരു പേര് പറയാം, അതെന്തോയാണ് ഞാൻ മറന്നുപോയി. അപ്പം അവിടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയി ചുമ്മാ അവിടെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോയി അവിടെ നിന്ന്. ഇവിടെ സൈക്ലിങ്, സ്വിങ്ങിങ് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടിമാലി ടൗൺ എത്തി ഗൈസ്. ഇനി നേരെ നമ്മൾ ഗോതമ്പ് വാങ്ങാൻ കട അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. എല്ലാ കടകളും അടച്ചിട്ടേക്കുവാണ്. ചില കടകളൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്, ബാക്കി എല്ലാം തന്നെ അടച്ചിട്ടേക്കുവാണ്. പലചരക്ക് കടയൊക്കെ അന്വേഷിച്ചാണ് പോകുന്നത്. അങ്ങനെ പോയി ഞങ്ങളൊരു കടയിൽ ചെന്നു കേട്ടോ. ഇതാണ് കേട്ടോ അടിമാലി ടൗൺ. എപ്പോൾ വന്നാലും ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇതിപ്പോൾ വിഷു ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ കടകളും തന്നെ അടഞ്ഞു കിടക്കുകയാണ്, ആളുകളും കുറവാണ് കേട്ടോ. വണ്ടിയിലിരുന്ന് എല്ലാവരും വളവളാന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ ഒരൊറ്റ എണ്ണം കേൾക്കുന്നില്ല. എല്ലാം ഭയങ്കര വർത്താനമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു കടയുടെ മുമ്പിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഏതോ ഒരു കട, പേരൊന്നും നോക്കിയില്ല. അവിടെ കൊണ്ടുപോയി ഏതോ ഒരു ഷോപ്പാണ്. അവിടെ കൊണ്ടുപോയി നമ്മൾ ഒരു മാർക്കറ്റാണ് കേട്ടോ. അവിടെ കൊണ്ടുപോയി നമ്മൾ വണ്ടി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ
കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വിചാരിച്ചു. മുന്തിരി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ്, അങ്ങനെ ഗോതമ്പ്, അങ്ങനെ എല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് ആ കടയിൽ കയറി കേട്ടോ. ഞാൻ അമ്പാടീനെ കൊണ്ട് കയറിയില്ല കേട്ടോ, ഞങ്ങൾ ആ വണ്ടിയിൽ തന്നെ ഇരുന്നേ. പിന്നെ കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ ആയിട്ട് ഐസ്ക്രീം വാങ്ങി. അതിനുശേഷം നമ്മൾ സ്പൂണിൽ പോയി ഒരു കേക്ക് വാങ്ങി. പിന്നെ നമ്മൾ തിരിച്ച് വണ്ടി കയറി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടാണ് കേട്ടോ എല്ലാവരും പോകുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ വന്നേ. ഇതാണ് നമ്മുടെ ചിമ്പു, പ്രമുഖ വ്യക്തിയാണ്. പല കോളേജ് സ്റ്റാർ ആണ് അവന്റെ കോളേജ്. അതെ, എഞ്ചിനീയറിംഗ്. ഇത് നമ്മുടെ ചിമ്പു ആണ് കേട്ടോ. ഇത് നമ്മുടെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ് കേട്ടോ, മോക്കടെ മോനാണ് കേട്ടോ. അപ്പം അവനിട്ട് വാരുമായിരുന്നേ കുറച്ച് നേരം. പിന്നെ അമ്പാടിക്ക് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ 50 രൂപ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ കണ്ണമ്മൻ പറയുന്നുണ്ട് കേട്ടോ, അത് കൊടുക്കണ്ടാണ്. ആ മൂന്നാർ റോഡൊന്ന് ശരിയാക്കിയാണ്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ളത്. നമ്മുടെ വീടിന്റെ മുൻവശമാണ് കേട്ടോ റോഡ്, മെയിൻ റോഡ് ഇതിലൂടെയാണ് പോകുന്നത്. അപ്പം ഭയങ്കര ട്രാഫിക്കാണ്. മൂന്നാർ കാണാൻ പോകുന്ന ആൾക്കാരുടെ തിരക്കാണ്. അവമാനിച്ച് കഴിഞ്ഞോ എന്ന് പറയാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇല്ലാന്ന് പറഞ്ഞു. പാർട്ട് 2 തുടങ്ങുകയാണ് ഗൈസ്. പിന്നെ ഇന്ന് നമ്മുടെ ചിറ്റയുടെ പിറന്നാളാണ് കേട്ടോ. വിഷുദിനത്തിലാണ് നമ്മുടെ ചിറ്റ ജനിച്ചത്. അപ്പോൾ നമ്മുടെ ചിറ്റയുടെ പിറന്നാളിന് നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ചിറ്റയ്ക്ക് ഒരു കേക്ക് സർപ്രൈസായിട്ട് കൊണ്ട് കൊടുത്താണ് കേട്ടോ. ചിറ്റ നമുക്ക് നല്ല സദ്യയൊക്കെ ഉണ്ടാക്കി തന്നു, നമ്മളതെല്ലാം കഴിച്ചായിരുന്നു. അപ്പം ചിറ്റയ്ക്കൊരു സർപ്രൈസ് കൊടുക്കണ്ടേന്ന് വിചാരിച്ച് നമ്മൾ കേക്കൊക്കെ മേടിച്ച് പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടുവാണ് കേട്ടോ. നല്ല രസമായിരുന്നു. ഇത്രയും നാളും അച്ഛന് സുഖമില്ലാതെ കിടപ്പൊക്കെ ആയിരുന്നു. ഇപ്പം അച്ഛനൊന്ന് നല്ല ഉഷാറായത്. അപ്പം നമ്മൾ ചിറ്റയോടും അച്ഛനോടും കൂടെ കൂടിയിട്ട് കേക്കൊക്കെ മുറിക്കാൻ പറയുവാണേ. എനിക്ക് തോന്നുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെയൊരു ആഘോഷം നടത്തുന്നതെന്ന്. അച്ഛന് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അച്ഛന് മാത്രമല്ല, നമ്മുടെ ഭിത്തിയിൽ ഒരാൾ കിടപ്പുണ്ട് കേട്ടോ, തൂങ്ങിയിരിപ്പുണ്ട്, നമ്മുടെ കാർത്തികേയമ്മ. അമ്മയില്ലാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ. അമ്മ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. എന്തായാലും അമ്മേനെ ഞങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്തു. അപ്പം നമ്മൾ പിറന്നാളാഘോഷം കാണാം. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഇന്ദിര ചിറ്റ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞങ്ങൾ പറയുന്നതൊക്കെ ഞാനൊന്ന് ഓടിച്ചു വിട്ടതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് മക്കളും കൊച്ചുമക്കളും പിന്നെ അച്ഛനും എല്ലാവരും ഞങ്ങൾ ചിറ്റയ്ക്ക് കേക്ക് കൊടുത്തു. ചിറ്റ ഞങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് തന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വിഷുവാഘോഷവും പിന്നെ ഒരു നല്ലൊരു പിറന്നാൾ ആഘോഷവും കൂടിയാണ് കേട്ടോ ഇന്ന്. കേക്ക് മുറിക്കുന്ന സമയമായപ്പോഴേക്കും അമ്പാടി ഉറക്കമായി ഗൈസ്. പിന്നെ അമ്പാടീനെ ഞാൻ അമ്മച്ചിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പിന്നെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം അമ്പാടിയുടെ അടുത്ത് പോയി. പിന്നെ അമ്മേനെയും കൂടെ പറഞ്ഞു വിട്ടു ചിറ്റയുടെ അടുത്തേക്ക്, ചിറ്റയ്ക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയെല്ലാം ഞങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് തീരുമാനിച്ചു. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ വരാനായിട്ട്. നമ്മൾ പെട്ടെന്ന് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒത്തുകൂടിയത് കൊണ്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫോട്ടോയിൽ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് മിസ് ചെയ്തത് കുഞ്ഞൂനെയും പൊന്നൂനെയാണ് കേട്ടോ. വല്ലാത്തൊരു മിസ്സിങ് തന്നെയായിരുന്നു. അവളുമാരും കൂടെ എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതായിരുന്നു. ഇപ്രാവശ്യം അവളുമാർക്ക് വീട് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്, അതായത് നടുക്കത്തെ ചിറ്റയുടെ മക്കളാണ് കേട്ടോ കുഞ്ഞും പൊന്നും. അപ്പോൾ അതുകൊണ്ട് അവർ വന്നില്ല ഇപ്രാവശ്യം വിഷു ആഘോഷിക്കാൻ. അതിനുശേഷം ചിറ്റന്മാർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് പായസം എല്ലാം പ്രിപ്പയർ ചെയ്തു. എൻ്റെ ഉഷ്ചിറ്റയാണ് കേട്ടോ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചിറ്റയെല്ലാം പായസം എല്ലാം ഉണ്ടാക്കി.
പിന്നെ ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തു. ഈ ഒരു ഫോട്ടോ തന്നെ ഒരു 13 തവണ എങ്ങാണ്ട് റീടേക്ക് എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.